കേരളം വീണ്ടും ഒരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. 2016-ലും 2021-ലും ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് LDF തുടർഭരണം നേടി. എന്നാൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDF നടത്തിയ വമ്പൻ മുന്നേറ്റവും നൽകുന്ന സൂചനകൾ എന്താണ്? അടിത്തട്ടിലെ ജനവികാരം മാറിക്കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ വിജയസാധ്യത, മണ്ഡലങ്ങളിലെ ട്രെൻഡുകൾ, നിർണായകമാകുന്ന ഘടകങ്ങൾ എന്നിവ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സ്വാഗതം. രണ്ടായിരത്തി 2021-ൽ സീറ്റുകൾ നേടി LDF വമ്പൻ വിജയം നേടിയപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് UDFന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഒപ്പം തൃശൂരിലൂടെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നതും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിച്ചു. ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന 3 പ്രധാന ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേരള രാഷ്ട്രീയത്തിൽ തുടർഭരണം എന്നത് ഒരു അപൂർവ പ്രതിഭാസമായിരുന്നു. 2021-ൽ LDF അത് സാധിച്ചെങ്കിലും തുടർച്ചയായ 10 വർഷത്തെ ഭരണം സൃഷ്ടിക്കുന്ന ഗവേണൻസ് ഫെറ്റീഗ് ഇത്തവണ പ്രകടമാണ്. നീണ്ടകാലത്തെ ഭരണം പാർട്ടിക്കുള്ളിലും ഭരണ സംവിധാനത്തിലും ഉണ്ടാക്കുന്ന മുരടിപ്പ് വോട്ടർമാരെ സ്വാധീനിക്കുന്നു. സഹകരണ ബാങ്ക് വിവാദങ്ങൾ, മാസപ്പടി ആരോപണം തുടങ്ങിയവ സർക്കാരിന്റെ ക്ലീൻ ഇമേജ് മങ്ങലേൽപ്പിച്ചു. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വമ്പിച്ച വിജയം ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലമായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇടതുപക്ഷ കോട്ടകളിൽ പോലുമുണ്ടായ വോട്ട് ചോർച്ച സർക്കാരിന് വലിയ വെല്ലുവിളിയാണ്. കേരളത്തിലെ പരമ്പരാഗത ഉമ്മൻചാണ്ടി VS കാലഘട്ടത്തിലെ രാഷ്ട്രീയമല്ല ഇന്ന്. NDAയുടെ വോട്ട് ഷെയറിലുണ്ടായ ഓരോ ശതമാനം വർധനവും കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് ബാധിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതും ലോക്സഭയിൽ തൃശൂർ വിജയിച്ചതും BJPക്ക് പുതിയൊരു സ്വീകാര്യത നൽകി. ഇത് ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. മുൻകാലങ്ങളിൽ BJP വോട്ട് വർദ്ധിപ്പിക്കുന്നത് UDFന് ബാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പല മണ്ഡലങ്ങളിലും LDFന്റെ ഹിന്ദു വോട്ട് ബാങ്കിലാണ് വിള്ളൽ വീഴുന്നത്. ഇത് UDFന് പരോക്ഷമായ വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. BJP ലക്ഷ്യം വയ്ക്കുന്ന 60ഓളം മണ്ഡലങ്ങളിൽ അവർ വോട്ട് ഷെയർ 30% മുകളിൽ എത്തിച്ചാൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം മുന്നേറുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ ബാധിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. ഈ പിച്ചക്കാരുടെ ചട്ടി കൈയിടേണ്ട കാര്യമില്ല. ഇപ്പം ഒരു നീന്തുകുളം കാത്തുണ്ടല്ലോ, കോടികൾ മുടക്കി ഞങ്ങളുടെ പിച്ചച്ചട്ടിയിലെ കാശ് തരണ്ടേയൊക്കെ. 62 ലക്ഷം പേർ ആശ്രയിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശികയാകുന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണം ഇതായിരുന്നു എന്ന് CPM തന്നെ വിലയിരുത്തിയിരുന്നു. ശമ്പളവും പെൻഷനും വൈകുന്നതും കരാറുകാരുടെ കുടിശ്ശികയും സർക്കാരിനെതിരെയുള്ള പൊതുവികാരമായി മാറുന്നു. കേരള പോലെയുള്ള വലിയ പദ്ധതികൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള പദ്ധതികൾ ഉയർത്തിക്കാട്ടി സർക്കാർ നടത്തുന്ന പ്രചാരണവും വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കും എന്നത് നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറയും തോറും UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വമ്പിച്ച വിജയം നിയമസഭയിലേക്ക് എത്തുന്നതിനും തൊട്ട് മുൻപ് നടന്ന ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു സെമി ഫൈനലായിരുന്നു. ഇതിൽ UDF നേടിയ ആധിപത്യം വിരൽ ചൂണ്ടുന്നത് 2 കാര്യങ്ങളിലേക്കാണ്. LDFന്റെ ഉരുക്കുകോട്ടകൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന പല ഗ്രാമപഞ്ചായത്തുകളിലും ഡിവിഷനുകളിലും ഇത്തവണ അട്ടിമറി വിജയമാണ് UDF നേടിയത്. കേഡർ വോട്ടുകളിൽ പോലും വിള്ളൽ വീണു എന്നതിന്റെ തെളിവാണിത്. ബൂത്ത് തലത്തിൽ UDF സംവിധാനം നിർജ്ജീവമാണ് എന്ന് വിമർശനത്തുള്ള മറുപടി കൂടിയാണ് ഈ ഫലം. ഈ തദ്ദേശ ഫലങ്ങൾ നൽകുന്ന മൊമെന്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ കേരളത്തിന്റെ ഭരണമാറ്റം സുനിശ്ചിതമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആദ്യം ഭരണപക്ഷമായ LDFനെ പരിശോധിക്കാം. കേഡർ സംവിധാനവും സംഘടനാ ശേഷിയുമാണ് LDFന്റെ നട്ടെല്ല്. ക്ഷേമ പെൻഷനുകളും കിറ്റ് വിതരണവും 2021-ൽ തുണച്ചെങ്കിലും ഇത്തവണ വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള വൻകിട പദ്ധതികളാകും ഊന്നൽ. 10 വർഷത്തെ ഭരണക്ഷീണം സ്വാഭാവികമാണ്. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി, സഹകരണ ബാങ്ക് വിവാദങ്ങൾ, ഗവർണറുമായുള്ള പോര് എന്നിവ പ്രതികൂല ഘടകങ്ങളാണ്.
മലബാർ മേഖലയിലെയും വർക്കല, ആറ്റിങ്ങൽ പോലെയുള്ള പരമ്പരാഗത കോട്ടകളിലെയും വോട്ട് നിലനിർത്തിയാൽ LDFന് ശക്തമായ മത്സരം കാഴ്ചവെക്കാം. പക്ഷേ മധ്യ കേരളത്തിൽ ഇത്തവണ കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും. അടുത്തത് UDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസമാണ് അവരുടെ കൈമുതൽ. പരമ്പരാഗത ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമാണ്. മുസ്ലിം ലീഗിന്റെ സംഘടനാ പാഠവും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ UDFന് വലിയ മേൽക്കൈ നൽകുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും കൃത്യമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാട്ടാത്തതും തിരിച്ചടിയാകാം. എറണാകുളം, കോട്ടയം, ഇടുക്കി ബെൽറ്റുകളിൽ UDF മുന്നേറ്റം പ്രവചിക്കപ്പെടുന്നു. ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളൽ വീഴാതെ നോക്കുക എന്നത് അവർക്ക് നിർണായകമാണ്. The BJP's sterling performance in Kerala, winning from Thrissur and increasing its vote share. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് NDAയിലേക്കാണ്. തൃശൂർ വിജയത്തോടെ BJPക്ക് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട എന്നീ A ക്ലാസ് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സീറ്റ് പിടിക്കുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റം വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചേക്കാം. NDA പിടിക്കുന്ന വോട്ടുകൾ പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കും. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, തൃശൂർ, മണലൂർ, പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഉറപ്പാണ്. നമുക്ക് കേരളത്തെ മൂന്നായി തിരിച്ച് ഓരോ മേഖലയിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. എവിടെയാണ് അട്ടിമറികൾ നടക്കാൻ സാധ്യത? എവിടെയാണ് മുന്നണികളുടെ കരുത്തു കൂട്ടുന്നത്? ആദ്യമായി വടക്കൻ കേരളം. LDFന്റെയും UDFന്റെയും ശക്തി കേന്ദ്രങ്ങൾ ഒരുപോലെ ഇവിടെയുണ്ട്. രാഷ്ട്രീയമായി LDF ഇപ്പോഴും ഇവിടെ ആധിപത്യം തുടരുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിലടക്കം UDF നടത്തിയ മുന്നേറ്റം CPMന് വലിയ ആശങ്കയുണ്ടാക്കുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ലീഗ് കോട്ടകൾ സുരക്ഷിതമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ മലബാറിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാകും. ഇവിടെ BJPയുടെ സാന്നിധ്യം ശക്തമാണ്. പാലക്കാട് നഗരസഭയിലടക്കമുള്ള BJP വോട്ടുകൾ ആരുടെ ജയപരാജയമാണ് നിശ്ചയിക്കുക എന്നത് നിർണായകമാകും. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ചിത്രം മാറുകയാണ്. ഇവിടെ UDFനാണ് വ്യക്തമായ മുൻതൂക്കം കാണുന്നത്. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ നിലപാട് ഇവിടെ നിർണായകം. LDFനൊപ്പം നിൽക്കുന്ന മാണി ഗ്രൂപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പോലെയുള്ള ഇടങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായത് അവർക്ക് തിരിച്ചടിയാണ്. എറണാകുളം ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും UDF നേടിയ ആധിപത്യം നിയമസഭയിലും തുടർന്നാൽ മധ്യ കേരളം UDF തൂത്തുവരാൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയത്തിന് ശേഷം തൃശൂരിൽ BJP വലിയ പ്രതീക്ഷയിലാണ്. ഇത് CPMന്റെ വോട്ട് ബാങ്കിലാണോ കോൺഗ്രസ് വോട്ട് ബാങ്കിലാണോ വിള്ളൽ വീഴ്ത്തുക എന്നതാണ് ചോദ്യം. ഏറ്റവും വലിയ പ്രവചനാതീതമായ മത്സരം നടക്കാൻ പോകുന്നത് തെക്കൻ കേരളത്തിലാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ BJP വോട്ട് ഷെയർ വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത് ഇതിൻ്റെ വലിയ ഉദാഹരണമാണ്. CPMന്റെ പരമ്പരാഗത വോട്ടുകൾ BJPയിലേക്ക് പോകുന്നതാണ് തെക്കൻ കേരളത്തിൽ LDF നേരിടുന്ന വലിയ വെല്ലുവിളി. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കഴിഞ്ഞ തവണ ആധിപത്യം നിലനിർത്താൻ LDFന് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. വിഴിഞ്ഞം പദ്ധതിയും മറ്റ് കടലോര പ്രശ്നങ്ങളും തിരുവനന്തപുരം, കൊല്ലം മേഖലയിൽ വോട്ടുകളിൽ വലിയ സ്വാധീനം ചെലുത്തും. ചുരുക്കത്തിൽ വടക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടവും മധ്യ കേരളത്തിൽ UDF കാറ്റും തെക്ക് പ്രവചനാതീതമായ ത്രികോണ മത്സരവുമാണ് വരാനിരിക്കുന്നത്. ഈ മൂന്ന് മേഖലകളിലും ആര് കൂടുതൽ മികച്ചു നിൽക്കുന്നുവോ അവർക്ക് കേരളത്തിൻ്റെ അധികാരം പിടിക്കാം. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ തരംഗം ആവർത്തിച്ചാൽ മധ്യ കേരളത്തിൽ മാത്രമല്ല വടക്കൻ കേരളത്തിലെ LDF ശക്തി കേന്ദ്രങ്ങളിലും UDF അപ്രത്യക്ഷ മുന്നേറ്റം നടത്തിയേക്കാം. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും മുന്നണികളുടെ വോട്ട് ശതമാനം നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 43-45% വരെ വോട്ട് ഷെയർ നിലനിർത്തിയിരുന്ന LDF 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33.6%-ലേക്ക് കൂപ്പുകുത്തി. ഏകദേശം 10-12% വോട്ടിൻ്റെ കുറവ് അവർക്കുണ്ടായി. ഇത് നിയമസഭയിലേക്ക് തിരിച്ചുപിടിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. 2021
39.5% വോട്ട് നേടിയ UDF 2024 അത് 45.4% ഉയർത്തി. ഭരണവിരുദ്ധ വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം NDAയുടേതാണ്. 2021 13.7% മാത്രമായിരുന്ന അവരുടെ വോട്ട് ഷെയർ 2024 19.4% കുതിച്ചുയർന്നു. ഈ 5-6% വോട്ട് വർധനവ് ഏത് മുന്നണിയുടെ വോട്ട് ബാങ്കിൽ നിന്നാണ് ചോർന്നത് എന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിർണായകമാകുന്ന പ്രധാന ഘടകം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും തദ്ദേശ ഫലങ്ങളും മുൻനിർത്തിയുള്ള ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് ഞാൻ ഈ സീറ്റ് നമുക്കൊന്ന് പ്രവചിച്ചു നോക്കാം. നിലവിൽ UDFന് 41 സീറ്റുകളാണുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ഏകദേശം 72 തൊട്ട് 82 സീറ്റുകൾ വരെ അവർ ഉയർത്താൻ സാധ്യതയുണ്ട്. LDFന് നിലവിൽ 99 സീറ്റുകളാണുള്ളത്. അത് വെറും 55 തൊട്ട് 65 സീറ്റ് വരെ ചുരുങ്ങാനാണ് സാധ്യതയുള്ളത്. നിലവിൽ NDAക്ക് ഒരു സീറ്റുകൾ പോലുമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കുന്നത് മാത്രമല്ല, ഏകദേശം 2 തൊട്ട് 5 സീറ്റുകൾ വരെ അവർ നേടാൻ സാധ്യതയുണ്ട്. നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളം ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണ്. UDF കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുമ്പോൾ BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ലിസ്റ്റിൽ പറയുന്ന ആളുകളുടെ പേരുകളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടതല്ല. നിലവിൽ പല പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും വെറുതെ ഒന്ന് ഈ ശ്രദ്ധേയമായ പേരുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ധർമ്മടത്ത് LDF സ്ഥാനാർത്ഥിയായി പിണറായി വിജയനും, പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥിയായി ചാണ്ടിയുമ്മനും, തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി VD സതീശനും, പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലും, NDA സ്ഥാനാർത്ഥിയായി C കൃഷ്ണകുമാറും, നേമത്ത് LDF സ്ഥാനാർത്ഥിയായി V ശിവൻകുട്ടിയും NDA സ്ഥാനാർത്ഥിയായി VV രാജേഷും, തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും, കോട്ടയത്ത് LDF കേരള കോൺഗ്രസ് ജോസ് കെ മാണിയും മത്സരിക്കാനാണ് സാധ്യത. ഇതാണ് ഒരു ശ്രദ്ധേയമായ പേരുകൾ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രവചനാതീതമാണ്. സ്ഥാനാർത്ഥി നിർണയവും അവസാന നിമിഷത്തെ പ്രചരണങ്ങളും ഫലങ്ങളെ മാറ്റിമറിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കും? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ കൃത്യമായ ഇലക്ഷൻ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.